നമസ്തേ നമസ്തേ. ഞാനിന്നിവിടെ പറയുന്നത് എൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഈശ്വരൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു സംഭവ കഥയാണ് ഞാനിന്നിവിടെ പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിദ്യാഭ്യാസ കാലത്തൊക്കെയാണ്. അപ്പോൾ കുറേ വർഷങ്ങളായി. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ തിരുപ്പതി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് തിരിച്ച് അന്ന് മദ്രാസാണ്, ഇപ്പോൾ ചെന്നൈയും അന്ന് മദ്രാസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള ട്രെയിനിൽ വരാനായിട്ട് ഞങ്ങളെല്ലാം കൂടെ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പം കുറേ സമയമുണ്ട്, 1.5 മണിക്കൂറുണ്ട് അടുത്ത ട്രെയിൻ വരുന്നതിന് മുന്നേ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഞങ്ങളോട് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുണ്ട്, പിന്നെ അവിടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഇപ്പം ടീച്ചേഴ്സ് പറഞ്ഞു കുറച്ച് സമയമുണ്ട്, നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് എന്തെങ്കിലും വേണമെങ്കിൽ പോകാം, പിന്നെ ഒരു 1.5 മണിക്കൂർ ഉണ്ട്. അപ്പം ആ ഒരു കൃത്യസമയം പറഞ്ഞു, ആ സമയത്തിനകം നിങ്ങളിവിടെ എത്തിച്ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നമ്മൾ കൂട്ടം തെറ്റിയും കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന സമയത്തിന് ആ ഒരു സമയത്തിന് ഒരു 4-4:30 എന്നാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ഷോപ്പിങ്ങിന്. പക്ഷേ ഗേൾസ് എല്ലാം ഒരുമിച്ചായിരുന്നു പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അടുത്ത് കുറേ കടകളിലൊക്കെ ഇങ്ങനെ കയറിയിട്ട് ഞങ്ങൾ 2 പേരും അങ്ങ് ഒറ്റപ്പെട്ടു പോയി. ഞങ്ങൾ 2 പേരും അവിടെ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പം കൂടെയുള്ള ആരെയും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതെങ്ങോട്ട് പോയി, കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറേ ദൂരമൊന്നും ഞങ്ങൾ പോയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം നോക്കിയപ്പോഴൊന്നും ആരെയും കാണുന്നില്ല. ഇപ്പോൾ എന്തോ ചെയ്യും, നമ്മളിനി കൂടുതൽ കടകളിൽ പോകാനായിട്ട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും തെറ്റിയാലോ. അപ്പം ഞങ്ങൾ ആ വന്ന ഇത് മനസ്സിലാക്കി ഞങ്ങൾ അതേ റൂട്ടിൽ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് കുറച്ച് നടന്നപ്പോഴൊന്നും നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ക്ലോക്ക് ടവറും അതിൻ്റെ ആ പെയിൻറ്റിൻ്റെ കളറും ഒക്കെ കാണുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് മനസ്സിലാവും. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ബിൽഡിങ്ങൊന്നും കാണുന്നതേ ഇല്ല. ഞങ്ങളിങ്ങനെ കുറേ ദൂരം നടന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഇനി ആരോടെങ്കിലും വഴി ചോദിച്ചെങ്കിലേ പറ്റുമെന്നും പറഞ്ഞ് ഞങ്ങൾ, കാരണം ഞങ്ങൾക്ക് തമിഴ് അറിയത്തില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഉള്ള എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നു, എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത്. എങ്കിലും ഞങ്ങൾ 1-2 പേരോട് ഞങ്ങളിങ്ങനെ ചോദിച്ചു റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിക്കുന്നത് ഇവിടെ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്, നിങ്ങൾക്ക് ഏത് റെയിൽവേ സ്റ്റേഷനാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് അത് അറിയത്തില്ല, അങ്ങനെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനും അറിയത്തില്ല, റെയിൽവേ സ്റ്റേഷൻ്റെ പേരും ഒന്നും അറിയത്തില്ല. അപ്പം എങ്ങോട്ട് പോകുന്നത്, ഏത് റെയിൽവേ സ്റ്റേഷനിലാണെന്ന്, എങ്ങോട്ടൊക്കെയുള്ള ട്രെയിനുകളാണെന്നോ ഒന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കന്ന് കൊല്ലത്തേക്കായിരുന്നു പോകേണ്ടത്. അപ്പോൾ കൊല്ലത്തേക്ക് പോകുന്ന ട്രെയിൻ പോകുന്ന ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അറിയത്തില്ല. അങ്ങനെ അങ്ങ് പോയി. 2-3 പേരോട് ചോദിച്ചു. തമിഴ് കുറേ പേർക്കൊന്നും മനസ്സിലാവത്തില്ല, മലയാളം പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ തന്നെ ചിലവർക്ക് അപൂർവം 1-2 പേരാണ് ഇതിന് മറുപടി പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അറിയാൻ വയ്യാതെ ഞങ്ങളിങ്ങനെ നടക്കുക. അന്ന് ഈ ഫോണും ഒന്നുള്ള കാലമല്ല. അപ്പം ഈ ലാൻഡ് ഫോൺ തന്നെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. എല്ലാ ഓഫീസുകളിലോ അങ്ങനെ ഒക്കെയുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലോ അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ലാൻഡ് ഫോൺ വരെയുള്ളൂ. അപ്പം വീടുകളിലൊന്നും ലാൻഡ് ഫോണൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് എങ്ങനെ ആരെയും ഫോൺ ചെയ്യാൻ പറ്റത്തില്ല, നമുക്കാരുടെയും നമ്പർ അറിയത്തില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ആകെ വിഷമിച്ചു. അപ്പോൾ ഞങ്ങളോട് അന്ന് അവിടെ വരുമ്പോൾ ടീച്ചർമാരൊക്കെ എല്ലാവരും ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഗേൾസിനോടെല്ലാം പറഞ്ഞു, നിങ്ങളിവിടുത്തെ വഴിയൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പോലീസുകാരോടൊന്നും ചോദിക്കരുത്, ഇവിടുത്തെ പോലീസുകാരൊന്നും അത്ര ഇതായിട്ടൊന്നും പെരുമാറുന്നവരൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ആരോടും വഴിയൊന്നും ചോദിക്കരുത്, പോലീസുകാരോടൊന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുക്കുകയും ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് പോലീസുകാരോടൊന്നും പറയുന്നില്ല. ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പം, കാരണം ആ പറഞ്ഞ സമയത്തിന് മുമ്പേ നമുക്കവിടെ എത്തിച്ചേർന്നില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടും മറ്റുള്ള എന്തോ അത് നമുക്ക് ചിന്തിക്കാൻ വരെയും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചിങ്ങനെ നടക്കുക. അപ്പോഴെല്ലാം എനിക്ക് ഇങ്ങനെ വഴി തെറ്റിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാനിങ്ങനെ നമഃശിവായ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ആ ശിവക്ഷേത്രത്തിൽ ഞങ്ങൾ എപ്പോഴും പോകുന്ന ശിവക്ഷേത്രമാണ്. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ നമഃശിവായ ചൊല്ലിക്കൊണ്ടിങ്ങനെ പോവുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരി അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ നിരീശ്വരവാദികളാണ്, അത് അമ്പലത്തിൽ പോകത്തില്ല. അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ, ഞങ്ങൾ തിരുവനന്തപുരത്തൊരു ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ റൂംമേറ്റ്സാണ്. അപ്പോൾ തിരുവനന്തപുരത്ത്
തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം പോകുമ്പോഴൊന്നും ഈ കുട്ടി വരത്തില്ല. വന്നാലും വെളിയിൽ നിൽക്കും, അമ്പലത്തിനകത്ത് കയറത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരീശ്വരവാദിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാതെ ദൈവത്തിനെ വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അങ്ങനെ ഒന്നും ദൈവത്തിനെ ഒന്നും ഇതുവരെ അത് വിളിച്ചിട്ടും ഇല്ല, അമ്പലത്തിൽ പോയിട്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ വീട് പ്രശസ്തമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഇതിൻ്റെ വീട്. ആ അമ്പലത്തിൽ പോലും ഇത് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, ദൈവമല്ലാതെ ആരും നമ്മളെ രക്ഷിക്കാനില്ല പിന്നെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വീണ്ടും അമ്മേ ദേവി ദേവി അമ്മേ 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അമ്പലത്തിൻ്റെ പേരുമൊക്കെ ചേർത്ത് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ അങ്ങ് പോയി. അങ്ങനെ കുറേ ദൂരം പോയി. എങ്ങോട്ട് പോകണമെന്നോ എങ്ങനെ പോകണമെന്നോ ഒന്നും അറിയാൻ വയ്യ. സമയം ഞങ്ങളവിടെ ചെല്ലേണ്ട സമയത്തിനോടൊക്കെ അടുത്തൊക്കെ വരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എങ്ങാണ്ട് അരമണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ. അവിടെ അവർ പറഞ്ഞ സമയത്തിന് മുമ്പേ ഞങ്ങൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞു. അങ്ങനെ നടന്ന് അവിടെ അങ്ങ് കരയുന്ന പോലായി. കാരണം ഞങ്ങൾക്ക് ജീവിതം അങ്ങ് കൈവിട്ട് പോയതുപോലെ ആയിപ്പോയി. അവിടെ കാണിച്ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ എന്തുവാ, ഭാഷ അറിഞ്ഞുകൂടാ, ഒന്നും അറിയത്തില്ല, എങ്ങനെയാ എന്തുവാ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ കാശുണ്ടോ അതുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ ഈ നാമവും ജപിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ജപിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. അങ്ങനെ കുറേ ദൂരം എങ്ങോട്ടെന്ന് അറിയാൻ വയ്യാതെ അങ്ങ് നടക്കുക. ഞങ്ങൾക്ക് അറിയത്തില്ല ഏത് വഴി പോകണമെന്നോ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോയി, അതും ദൈവത്തെ വിളിക്കുന്നുണ്ട്, ഞാനും വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുന്നേ ഇങ്ങനെ പോയപ്പോൾ ഉടനെയുണ്ട് ഞങ്ങളുടെ മുന്നിൽ ആരോ മലയാളം സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ പെട്ടെന്നൊരു ആൾക്കൂട്ടമുണ്ട്. അപ്പോൾ ഞങ്ങളന്നേരം ഇങ്ങനെ പിന്നെ പെട്ടെന്ന് എവിടുന്ന് ഒരു മലയാളം ആരോ സംസാരിക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ കുറച്ച് മുന്നേ ആയിട്ട് 2 സ്ത്രീകൾ മലയാളം സംസാരിച്ചുകൊണ്ട് പോവുക. ഞങ്ങൾ ഉടനെ പിന്നെ ശ്രദ്ധിച്ചു, ഇവർ മലയാളമാണോ സംസാരിക്കുന്നത്, അത് വേറെ എവിടുന്നെങ്കിലും ആണോ നമ്മൾ ഈ മലയാളം കേൾക്കുന്നത്. അപ്പം ഞങ്ങൾ ഒന്നുകൂടി ഇങ്ങനെ കുറച്ചുകൂടെ മുന്നേ അവരുടെ അടുത്തോട്ട് ചെന്നപ്പം ഉടനെ അവർ മലയാളമാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ അവരെ നമുക്കങ്ങ് ഭയങ്കരമായിട്ടൊരു ആശ്വാസം വന്ന പോലെ ഞങ്ങൾ അവരെ ഇങ്ങനെ തോണ്ടി മുന്നോട്ട് നടക്കുമല്ലേ, പുറയിൽ നിന്ന് അവരെ ഇങ്ങനെ തോണ്ടി വിളിച്ചു. അപ്പോൾ അവരുടെ ആ ഒരു ഡ്രസ്സെന്നൊക്കെ പറഞ്ഞാൽ നല്ല കടും ചുവപ്പ്, രണ്ടും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല, അവരുടെ ആ രൂപം. പക്ഷെ മുഖം മാത്രം വ്യക്തമല്ല, കാരണം ഞങ്ങളുടെ മുന്നേ നടക്കുന്നവരാണ്. അപ്പോൾ നല്ല കടും ചുവപ്പ് സാരികളാണ് അവർ രണ്ടുപേരും ധരിച്ചിരിക്കുന്നത്. പക്ഷെ നല്ല കറുത്ത കളറാണ്. പിന്നെ തലയിൽ മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ആളുകൾ, അവിടെയൊക്കെയുള്ള ആളുകൾ എപ്പോഴും തലയിൽ മുല്ലപ്പൂവോ പിന്നെ കനകാമ്പരത്തിൻ്റെ പൂവോ ഒക്കെ എപ്പോഴും തലയിൽ ചൂടുന്നവരാണ്. നമ്മുടെ മലയാളികൾ അങ്ങനെ എപ്പോഴും മുല്ലപ്പൂ ചൂടി നടക്കത്തില്ലല്ലോ, എല്ലാ വിശേഷാവസരങ്ങളിലും ഒക്കെ ഉള്ളൂ. അപ്പോൾ അന്നേരം ഇവരുടെ 2 പേരുടെയും തലയിൽ പൂവുണ്ട്. അപ്പം അവിടുത്തെ കണ്ട അവരെ ശരിക്കും തമിഴ്നാട്ടിലുള്ളവരുടെ അവരുടെ വേഷം, പക്ഷേ മുഖം മാത്രം ഞങ്ങൾക്ക് വ്യക്തമല്ല. അപ്പം ഞങ്ങളിങ്ങനെ അവരെ വിളിച്ചപ്പോൾ ഉടനെ അവരിങ്ങനെ തിരിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടാ? പിന്നെ അപ്പോൾ അവർ ചോദിച്ചു, ഇതുപോലെ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കൊല്ലത്തേക്കുള്ള റെയിൽവേ കൊല്ലത്തേക്കുള്ള ട്രെയിനിലാണ് ഞങ്ങൾക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവർ പറഞ്ഞു, ഞങ്ങളങ്ങോട്ടാണ്, ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവരുടെ പുറകെ പോവുക. അപ്പോൾ ഞങ്ങളിങ്ങനെ അവരുടെ പുറകെ പോയി കുറച്ചുകൂടെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിൽ, ദൈവമേ ഇനി ഇവർ വഴി വല്ലതും തെറ്റിക്കുമോ നമ്മളെ, പിന്നെ ഇവരിനി ശരിക്കുള്ള ഇതോട്ടാണോ നമ്മളെ കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള ചുമ്മാതുള്ള ചിന്തകൾ, നമുക്കങ്ങ് പേടിപ്പെടുത്തുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വരിക. എങ്കിലും ഞങ്ങൾ അവരുടെ പുറകെ പോവുക, വേറെ നിവൃത്തിയില്ലല്ലോ, പുറകെ പോവുക. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഉടനെ അവർ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് കണ്ടപ്പോഴുള്ള സന്തോഷം, 2 പേരും അങ്ങ് കരഞ്ഞുപോയി. അപ്പോൾ നോക്കിയപ്പോൾ ആ ബിൽഡിംഗ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്ക് ആ കണ്ട ആവേശത്തിൽ ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് അന്നേരം ആലോചിച്ചു, അയ്യോ നമ്മുടെ കൂടെ വന്നവർക്ക് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അന്നേരം അവിടെ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. അവർ വേറെ ഏതോ വഴിയിലൂടെ മാറി കുറച്ചുകൂടെ ചിലപ്പോൾ ഞങ്ങളെക്കാട്ടും മുന്നേ വേറെ പോവുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളവരെ ആ കൂട്ടത്തിലല്ല, ഈ ചുമന്ന കളറിലുള്ള സാരി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ദൂരത്തേക്ക് ഞങ്ങളൊരു 5 മിനിറ്റ് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. പക്ഷെ അവരെ കണ്ടതേയില്ല, അവരെങ്ങോട്ടോ പോയി. അപ്പോഴും ഞാൻ പറഞ്ഞു, കണ്ടോ, ഇത് ഈശ്വരൻ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ഇവർ വന്നത്, അത് ഈശ്വരനായിട്ട് തന്നെയാണ്. നമ്മൾ വിളിച്ച ഈശ്വരൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോഴതിനും അന്നേരമാണ് അതിനും ഈശ്വരനോടുള്ള ഒരു വിശ്വാസം തുടങ്ങിയത്. പിന്നെ അന്ന് മുതലേ ഈശ്വരനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ വിവരങ്ങളൊന്നും അറിയാൻ വയ്യ, വർഷങ്ങൾ കടന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ എവിടെ എന്തുവാ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ അന്ന് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. ഞാനങ്ങനെ ഈശ്വരനെ ഞാൻ കണ്ടു. ആ ഒരു സംഭവം ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് മറക്കാൻ പറ്റത്തില്ല.